എവിടെ ഡോക്ടറിന് എവിടെ ഗർഭിണിയാണെന്നുള്ള യാതൊരു ഇതുമില്ല. കാര്യം ഞാൻ കൂടെ കയറണമെങ്കിൽ ചിലപ്പോ തൊട്ട് ബാക്കിലാണ് കലണ്ടർ എഴുതാ മാറ് എന്ന് പറഞ്ഞിട്ട് നമ്പർ എഴുതാന്നിട്ട് അടുത്ത ആഴ്ച വരാൻ പറയും. വേറെ ഒരു റിയാക്ഷൻ ഇല്ല. മാമുവിന്റെ മിഡ് നൈറ്റ് ക്രേവിംഗ് എന്താണ്? എന്ത് കഴിക്കണം എന്നാണ് രാത്രി ഉറക്കം എഴുന്നേറ്റിരുന്ന് പറയുന്നത്? എന്റെ എത്ര രൂപ പോയതാ എന്റെ അമ്മ ഇവിടെ. അമ്മ ഇതൊക്കെ എത്ര കണ്ടതാ. ഇങ്ങനെ വാ, 2 പിള്ളേരെ വളർത്തിയതിന്റെ എക്സ്പീരിയൻസ്. പക്ഷെ നമ്മളിതൊന്നും കണ്ടിട്ടില്ല എന്നാണ് തോന്നണത്. ഇതൊന്നും നമുക്ക് യൂസ് ചെയ്തിട്ടില്ല, അതാ സംഭവം. അടുത്തതായിട്ട് ഹി ഓർ ഷീ. നമ്മുടെ കല്യാണത്തിന് നമ്മളെടുത്ത അതേ ഗെയിം തന്നെയാണ്, പക്ഷെ ഇതൊരു പ്രഗ്നൻസി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം ഒരുക്കിയിരിക്കുന്നത്. അപ്പോ ഹി ഓർ ഷീ ബാൻഡ് നമുക്ക് ആദ്യം ഇവർക്ക് 2 പേർക്കും പ്ലക്കാർഡ് 2 പേർക്കും കൊടുക്കാം. ഓക്കെ, ഇവരുടെ 2 പേരുടെയും കയ്യില് 2 ടൈപ്പ് ഓഫ് കളർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സച്ചു ആണ് ആൻസർ എങ്കിൽ ബ്ലൂ പൊക്കുക, ആൻഡ് മേഘയാണ് ആൻസർ എങ്കിൽ പിങ്ക് റേസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ബ്ലൂ ഫോർ സച്ചു ആൻഡ് പിങ്ക് ഫോർ മേഘ. ഓക്കെ, ഉത്തരത്തിൽ എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് അറിയിക്കാം. അപ്പൊ നിങ്ങൾ 2 പേരില് ആരായിരിക്കും സ്ട്രിക്റ്റ് പാരന്റ് എന്നാ നിങ്ങൾക്ക് തോന്നുന്നേ? ഓ, രണ്ടുപേരും ഡിഫറെന്റ് ആയിട്ടുള്ള ഉത്തരമാണ്. അതെന്താ അങ്ങനെ? മേഘ സ്ട്രിക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, ചേച്ചിയുടെ കുട്ടിക്കളിയെ മാറില്ല, കുട്ടീനെ കളി മാറ്റാൻ ഈ നിങ്ങൾ 2 പേരിൽ ആരായിരിക്കും ബേബിയെ കൂടുതൽ സ്പോയിൽ ചെയ്യാൻ പോകുന്നത്? സ്പോയിൽ എന്ന് പറഞ്ഞാൽ കുട്ടിയെ കുരുത്തക്കേട് കാണിക്കാൻ അനുവദിക്കുന്നത്. ഉറപ്പല്ല, അതെന്റെ സച്ചു തന്നെയാണ് കുരുത്തക്കേട്, അതുകൊണ്ട് തന്നെ സച്ചു തന്നെയാണ്. ഇതിൽ ആരായിരിക്കും, നിങ്ങൾ 2 പേരിൽ ആരായിരിക്കും കുട്ടിയായിട്ട് ഏറ്റവും കൂടുതൽ സെൽഫി എടുക്കാൻ പോകുന്നത്? അവര് മത്സരിച്ച് സെൽഫി എടുക്കുന്നതാണ്. ആദ്യമായിട്ട് നിങ്ങൾ ആരാണ് ബേബിയുടെ നെയിം പ്രെഡിക്റ്റ് ചെയ്തത്, ഒരു പേര് മുന്നോട്ട് കൊണ്ടുവന്നത്? ഓക്കെ, അപ്പൊ സച്ചു തന്നെയാണ് ബേബി നെയിം പ്രെഡിക്റ്റ് ചെയ്തത്. കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പാട്ട്, ഡാൻസ് എന്നീ കലാരൂപങ്ങൾ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ആരായിരിക്കും? അമ്മയായിരിക്കും, അച്ഛനായിരിക്കും? അത് ഉറപ്പായിട്ട്. നമ്മള് ഒരു കല്ലെടുത്ത് കഴിഞ്ഞാൽ പെമ്പിള്ളേർക്കെല്ലാം ഡാൻസ് കളിക്കാൻ അറിയാം. കൂടുതലും പെമ്പിള്ളേരായിരിക്കും കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ 2 പേരിൽ ആരായിരിക്കും ബേബി കരയുന്ന സമയത്ത് ഒന്നും അറിയാതെ ഉറങ്ങാൻ പോകുന്നത്? അടുത്തായിട്ട് നിങ്ങൾ ആരായിരിക്കും ബേബി ഷോപ്പിംഗ് കൂടുതൽ ചെയ്യുന്നത്? അതിൽ എക്സൈറ്റഡ് ആയിരിക്കുന്നതും അതെ മേഘ തന്നെ ആയിരിക്കും. അടുത്ത 2 പേര് ഇൻസ്റ്റഗ്രാം ഫെയിംസ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ബേബിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും? ഒരു പാരന്റ് ആകാൻ പോകുന്നതില് നിങ്ങക്ക് ആരാ തോന്നുന്നത്? ആരാണ് നെർവസ്, കുറച്ചൊരു ടെൻഷൻ ഉള്ള, അമ്മയ്ക്കാണോ അപ്പനാണോ? എന്താ അങ്ങനെ? ഏതെങ്കിലും റീല് കണ്ടു കഴിഞ്ഞാൽ അപ്പം പറയും, അയ്യോ അങ്ങനെ ഉണ്ടാവോ, എനിക്കുണ്ടാവോ, എനിക്ക് പ്രസവിക്കാൻ പേടി, ഇത്ര ആയിരുന്നിട്ട് പ്രസവിക്കാൻ എനിക്ക് പേടിയാണ്, അങ്ങനെയൊക്കെ എല്ലാരും ചോദിക്കും. ഓക്കെ, ഇതില് ആരാണ് ആദ്യം, അതായത് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം നിങ്ങളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും റിവീൽ ചെയ്തത്, അത് കഴിഞ്ഞിട്ട് ആരായിരുന്നു ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാരോടും പറയാന്നുള്ള കാര്യം? അതെ, ചേട്ടൻ തന്നെയാണ്. ഓക്കെ, സച്ചു തന്നെയാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്. ഏറ്റവും കൂടുതൽ ഗൂഗിൾ ചെയ്യുന്നത് ഈ പാരന്റിങ് അല്ലെങ്കിൽ കുട്ടിയെ പറ്റി ഏറ്റവും കൂടുതൽ ഗൂഗിൾ ചെയ്യുന്നത് ആരാണ്? അതെ, ഗൂഗിൾ ഹിസ്റ്ററി മുഴുവൻ അതായിരിക്കും. 2 പേരിലും മേഘയ്ക്കാണ് മൂഡ് സ്വിങ്സ് ഉണ്ടാവുക. അത് ഹാൻഡിൽ ചെയ്യാൻ അത് മേഘ തന്നെയാണോ ഹാൻഡിൽ ചെയ്യുന്നത്, അതേ സച്ചു ആണോ കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ ബെസ്റ്റ്? അതായത് 2 പേര് ഹാൻഡിൽ ചെയ്യും. ഓക്കെ, സച്ചു ആണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നതാണ് സച്ചു പറയുന്നത്. ഓക്കെ, അതിനെപ്പറ്റി എന്താ സച്ചുവിന് പറയാനുള്ളത്? അല്ല, എന്ത് അവർക്ക് മൂഡ് സ്വിങ്സ് ഞാൻ മൈൻഡ് ചെയ്താൽ ഇരുന്നാളെ, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് സാധനം കഴിയും. അപ്പൊ തന്നെ ഞാൻ ചോദിക്കും, ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ വരുമ്പോഴേ ഞാൻ പറയും മൂഡ് സ്വിങ്സ് ആണല്ലേ, ഓക്കെ ശരി ആയിക്കോട്ടെ എന്ന് പറയും. അപ്പൊ പിന്നെ അഭിനയിക്കാൻ പറ്റൂലല്ലോ. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ എല്ലാവരുടെയും നമുക്ക് ഒരു ഗൈനക്കോളജിസ്റ്റിനെ മനസ്സിലാലോചിച്ച് തന്നെ കുറെ വഴക്ക് പറയുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. അതിനകത്ത് ഡോക്ടർ ഏറ്റവും കൂടുതൽ, അതായത് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതിൽ നിങ്ങളിൽ ആരെയാണ് കൂടുതൽ വഴക്ക് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഡോക്ടർ പേടിപ്പിച്ചത് നിങ്ങളിൽ ആരെയാണ്? എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു ഡോക്ടർ അനീഷ് അല്ലാതെ വേറെ ആരാണ്? അമ്മയാണ്. ഓക്കെ, അപ്പൊ അവർ 2 പേരും അല്ല, അമ്മയാണ് കൂടുതൽ ടെൻഷൻ അടിച്ചത്. അവർ 2 പേരും പറയുന്നത്
ഡോക്ടറല്ല, ഞാൻ അമ്മയുടെ ഓ അങ്ങനെ. അപ്പൊ അമ്മയുടെ വായിരിക്കുന്നാണ് കേൾക്കുന്നത്. ഓക്കെ. എവളെ ഡോക്ടറിന് എവള് ഗർഭിണിയാണെന്നുള്ള യാതൊരു ഇതുമില്ല. വരും, ഞാൻ കൂടെ കയറണമെങ്കിൽ ചിലപ്പോ തൊട്ട് ബാക്കിലാണ് കലണ്ടർ എഴുതാ മാറ് എന്ന് പറഞ്ഞിട്ട് നമ്പർ എഴുതി തന്നിട്ട് അടുത്ത ആഴ്ച വരാൻ പറയും. വേറെ ഒരു റിയാക്ഷനും ഇല്ല. ഓക്കെ. അപ്പൊ ലാസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഹി ഓർ ഷീ ക്വസ്റ്റ്യൻ ആണ്. ഞാനായിരിക്കും ഏറ്റവും നല്ല പാരന്റ് എന്ന് ഇതിൽ കോൺഫിഡൻസ് ഉള്ളത് ആർക്കാണ്? കൂടുതൽ കോൺഫിഡൻസ്? രണ്ടുപേരും മത്സരിച്ച് ഏറ്റവും നല്ല പാരന്റ്സ് ആവുന്ന നമുക്ക് വിഷ് ചെയ്യാം. നമുക്ക് അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് കടക്കാം. അതിലേക്കായിട്ട് സച്ചു അല്ലാതെ, സച്ചുവിന് പുറമെ മേഘയ്ക്ക് ഏറ്റവും ക്ലോസ് ആയി, ലോകത്ത് തന്നെ ഏറ്റവും ക്ലോസ് ആയ രണ്ടുപേർ, കുക്കു അമ്മയും സ്റ്റേജിലേക്ക് വരിക. ഓക്കെ, ഗെയിമിനായി നമുക്ക് മേഘയായിട്ട് ഏറ്റവും ക്ലോസ് ആയ, ഈ ലോകത്ത് തന്നെ ഏറ്റവും ക്ലോസ് ആയ 3 പേര് നമ്മുടെ സ്റ്റേജിലുണ്ട്. ഹൂ നോസ് മോമി ബെറ്റർ, അതാണ് നമ്മുടെ ഗെയിമിന്റെ പേര്. ഈ ഗെയിമിലത്തേക്കായിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 3 പേരോടായിട്ട് ചോദിക്കും. ഇതിന്റെ ഉത്തരങ്ങൾ ഓൾറെഡി മമ്മി എനിക്ക് തന്നു കഴിഞ്ഞു. ഒരു കുറച്ച് മുന്നേ മേക്കപ്പ് സെഷന്റെ ഇടയിൽ ഞാൻ ചോദിച്ച് ആൻസർ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൻസർ ശരിയാക്കുന്ന ഈ 3 പേരിൽ ആർക്കാണ് മേഘയുടെ പ്രഗ്നൻസി ജേർണി നല്ലോണം അറിയാന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എല്ലാവരും ഇതിന്റെ ആൻസർ ഓരോ നമ്പർ ഇട്ട് എഴുതുക. ഓക്കെ, അമ്മയും സച്ചുവും അതുപോലെ തന്നെ കുക്കു. ഒന്നാമത്തെ ചോദ്യം, മേഘയ്ക്ക് ഈ പ്രഗ്നൻസി ജേർണിയിൽ ഈ കഴിഞ്ഞ 8 മാസത്തില് ഫുഡ് ക്രേവിംഗ്, അതായത് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്തായിരുന്നു കഴിക്കാൻ? എന്ത് ടൈപ്പ് ഓഫ് ഭക്ഷണമായിരുന്നു? ടൈപ്പ് ഓഫ് ഭക്ഷണം എന്തെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആ ഉത്തരമായിട്ട്, എനിക്ക് കിട്ടിയ ഉത്തരമായിട്ട് റിലേറ്റ് ആയാൽ മതി. എഴുതിയായിരുന്നു അമ്മ? സ്പെസിഫിക് ഫുഡ് ആണോ അതും കൂടെ പറഞ്ഞു? എന്ത് ടൈപ്പ് ഓഫ് ഫുഡ് അവള് പറയുന്നതായിട്ട് റിലേറ്റ് ചെയ്തിരുന്നാ മതി, ക്ലോസ് റിലേഷൻ ഉണ്ടായിരുന്നാ മതി. ഫുഡായിട്ട് വേണ്ട. നീ ഒരുപാട് സഹായിക്കണം, ഭർത്താവിനെ കുറച്ച് അധികം സഹായിക്കണം. ഇങ്ങോട്ട് നീങ്ങിരുന്നേ, ഭർത്താവ് കുറച്ച് നീങ്ങിരുന്നേ. ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരം ചോദിക്കാം. അമ്മയുടെ ഉത്തരം എന്താണ്? ഓക്കെ, ബിരിയാണി. ഒട്ടും മാച്ചിങ് അല്ല. അടുത്ത് അടുത്ത് സ്വീറ്റ്സ്. അതെ, കറക്റ്റ് ആണ്. കുക്കുവിന്റെ ഉത്തരവായിരുന്നു സ്വീറ്റ്സ് ആയിരുന്നു. അപ്പൊ കുക്കുവിന് ഒരു പോയിന്റ്. സംഭവം ഇത് 3 ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ ക്രേവിങ്സ് എന്ന് പറഞ്ഞാൽ ഷുഗർ ക്രേവിങ്സ് ആണ്. ഓക്കെ, കറക്റ്റ് ഗാലക്സി അല്ല, കറക്റ്റ് കേക്ക്. എന്തായാലും എനിക്ക് കിട്ടിയ ഉത്തരം സ്വീറ്റ്സ് എന്നായിരുന്നു. ഐസ്ക്രീം അതുപോലെ. എന്റെ രാത്രി ഫുള്ള് സൊമാറ്റോയില് പിസ്സ ഓർഡർ ചെയ്യുന്നവളാ ക്രേവിങ്സ് എന്ന് പറഞ്ഞവള്. എന്നിട്ട് ഇപ്പൊ സ്വീറ്റ്സ് വരും. ഓക്കെ, അടുത്തായിട്ട് ഇഷ്ടമില്ലാതിരുന്ന, അതായത് എനിക്കിത് കഴിക്കണ്ട എന്നായിട്ട് ഈ 3 ട്രൈമസ്റ്ററിൽ പറഞ്ഞത് ഏത് ഫുഡായിരുന്നു? എനിക്കിത് വേണ്ട എന്ന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ ഫുഡ് ഏതായിരുന്നു? ചെയ്യൂല. ആവശ്യമുള്ളത് മര്യാദയ്ക്ക് സത്യമേ പറയാവൂ നീ. അല്ല, എനിക്ക് കിട്ടിയ ഉത്തരവുണ്ട്. സത്യമേ പറയാവൂ. കുക്കുവിന്റെ ഉത്തരം എന്താണ്? ഫിഷ് കറി. ഓക്കെ, അടുത്ത. ഓക്കെ, അമ്മയും കുക്കും ഒരുപോലെ ആൻസർ ചെയ്തിട്ടുണ്ട്. തിരുമണ്ണന്റെ ആക്ടിവിയെ വിളിച്ചോണ്ട് ഓക്കെ, ഫിഷ് കറി ആയിരുന്നു എനിക്ക് കിട്ടിയ ഉത്തരം. ഇത് കൊളാബ് ക്വസ്റ്റ്യൻസ് ആണ്, ഇതെല്ലാം കൊളാബാണ്. അനിയത്തി അമ്മയായിട്ടുള്ള കൊളാബാണ്. ഓക്കെ, അടുത്ത 3ാമത്തെ ചോദ്യം. മമു ഏത് സമയത്ത്, ഒരു ദിവസത്തിൽ ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ ടയേർഡ് ആയിട്ട് തോന്നിപ്പിക്കുന്നത്? അതായത് രാവിലെ ആണോ, ഉച്ചയ്ക്കാണോ, വൈകുന്നേരമാണോ, രാത്രിയാണോ, ഏത് ടൈമാണ്? എനിക്ക് 2 ഉത്തരം കിട്ടിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇങ്ങനെ ആയിരുന്നു, ഇപ്പൊ ഇങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ ഗസ് ചെയ്തിട്ട് ഏത് ഫസ്റ്റ് എഴുതിയാലും മതി. ആദ്യത്തെ ഒക്കെ സമയത്ത് ഏത് സമയത്താണ് പ്രശ്നം ഉണ്ടായിരുന്നത് എന്നുള്ളത്. മമ്മു മിണ്ടാൻ പാടില്ല, അമ്മയായിട്ടുള്ള കൊളാബ്. ഓക്കെ, അമ്മയുടെ ഉത്തരം എന്താണ്? എപ്പോഴും മേഘയ്ക്ക് ക്ഷീണമാണ്. അടുത്ത സച്ചുവിന്റെ ഉത്തരം? ഞാൻ ഉച്ചക്ക്. ഓക്കെ, ഉച്ചക്ക് എന്ന് പറയുന്ന ആൻസർ ഇപ്പോഴാണ്. എന്ന ആദ്യത്തെ ട്രൈമസ്റ്ററിൽ ഞാൻ തേർഡ് ട്രൈമസ്റ്റർ, അതായത് ഇപ്പൊ മമൂന് ഉച്ചക്ക് തന്നെയാണ്. ആദ്യമൊക്കെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ രാത്രിയായിരുന്നു സിക്നസ് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അല്ല, തെറ്റല്ല, ശരി തന്നെ. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഓക്കെ, ആദ്യം മുതൽ. അപ്പൊ നമ്മളിന്ന് പ്രഡിക്ഷൻ ഒക്കെ നടത്തി. എന്നാലും ആദ്യത്തെ ട്രൈമസ്റ്ററിൽ ഏത് കുട്ടിയായിരുന്നു എന്നാണ് നിങ്ങൾ ഗസ് ചെയ്തിരുന്നത്? അത് സ്കാനിങ്ങിനൊക്കെ മുന്നേ, നിങ്ങൾ പ്രഗ്നൻസി റിവീൽ ചെയ്തപ്പോ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞപ്പോ തന്നെ ഏത് കുട്ടിയെന്നാണ് ഗസ് ചെയ്തിരുന്നത്? ആൺകുട്ടിയാണോ പെൺകുട്ടി? സ്കാനിങ് ചെയ്തതിന് മുന്നേ, നിങ്ങൾ അറിഞ്ഞപ്പോ, പ്രഗ്നൻസി അറിഞ്ഞപ്പോ. ഓക്കെ, അമ്മയുടെ ഉത്തരം മെയിൽ. ഓക്കെ, മെയിൽ. ഗേൾ. ഓക്കെ, 2 ബോയും 1 ഗേളും ആണ് പറഞ്ഞത് അല്ലെ?
ഗേൾ തന്നെയാണ് ഉത്തരം മാമു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്ത ഗേൾ ആയിരുന്നു പറഞ്ഞിരുന്നത്. അടുത്ത സച്ചുവിനല്ലാതെ സച്ചു അറിഞ്ഞു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് അറിഞ്ഞത് ആരായിരുന്നു? അതായത് സച്ചു അറിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഈ ബേബിനെ പറ്റി അല്ലെങ്കിൽ പ്രഗ്നന്റ് ആണെന്ന് റിവീൽ ചെയ്തത് ആരോടായിരുന്നു? അമ്മയുടെ ഉത്തരം അടുത്ത് ടോക്കിയോ. പറഞ്ഞ ടോക്കിയോ എടുത്താണ് പറഞ്ഞത്. എവിടെ തേപ്പടാ, അവിടെ തേപ്പ്. അതെ, കുക്കുവിനോട്. ടോക്കിയോ വീട്ടിലെ പട്ടി എല്ലാവർക്കും അറിയാം, ടോക്കിയോനെ എല്ലാവർക്കും അറിയാം, കൊണ്ടുവന്നിട്ടില്ല പാവത്തിന്. എവിടെ പറഞ്ഞ ടോക്കിയോ എടുത്ത് പറഞ്ഞു? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ടോക്കിയുടെ പറഞ്ഞു കുക്കുവിനടുത്ത് പറഞ്ഞു. ടോക്കിയോ ടോക്കിയോ അടുത്തടാ, ടോക്കിയോ ടോക്കിയാണ് ഉത്തരം. ചാൻസ് കൂടുതൽ ടോക്കിയാണ് എപ്പോഴും വീട്ടിൽ കാണുന്നത്, അപ്പൊ അതിന്റെ അടുത്തായിരിക്കും. എന്ത് പട്ടി ഒരു മനുഷ്യനാണ്, മനുഷ്യന്റെ ജീവിയാണ്. ഓക്കെ, അടുത്തായിട്ട് സർപ്രൈസ് ആയിട്ട് പറയാന്ന് അടുത്ത ക്വസ്റ്റ്യൻ. മാമുന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം ജോണർ ഏതായിരുന്നു? ഏത് ടൈപ്പ് ഓഫ് മൂവി കാണാനായിരുന്നു മാമുന് ഇഷ്ടം? ഇപ്പോഴും എപ്പോഴാണ് ഈ പ്രഗ്നൻസി ജേർണിയിൽ ഏത് ടൈപ്പ് ഓഫ് മൂവി കാണാനാണ് ഇഷ്ടം? ചേട്ടനെ അറിയാൻ വഴിയുള്ളൂ. ഓക്കെ, ചേട്ടന്റെ ഉത്തരം ഹൊറർ ഹൊറർ ഹൊറർ. അടുത്ത അമ്മയുടെ ഉത്തരം ഹൊറർ. ഓക്കെ, ഇവിടെ ഓക്കെ, അമ്മയും സച്ചുവാണ് അതിലും ജയിച്ചിരിക്കുന്നത്. മാമുവിന്റെ മിഡ് നൈറ്റ് ക്രേവിംഗ് എന്താണ്? എന്ത് കഴിക്കണം എന്നാണ് രാത്രി ഉറക്കം എഴുന്നേറ്റിരുന്ന് പറയുന്നത്? അമ്മ എഴുത്ത് എന്റെ എത്ര രൂപ പോയതാ? ഡെയിലി വരും പുള്ളിക്കാരെ എന്ന് ഇത് എന്ന് ഇത് തന്നെ പരിപാടി എന്ന്. ഓക്കെ, അമ്മ എന്തുത്തരം എഴുതിയേ? ഓക്കെ, എല്ലാവർക്കും പിസ്സ ആണെന്ന് അറിയാം. അപ്പൊ മിഡ് നൈറ്റ് ക്രേവിംഗ് പിസ്സ ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും മിഡ് നൈറ്റിൽ വാങ്ങി കൊടുക്കണം തോന്നി അത് പിസ്സയാണ്. പറഞ്ഞേട്ടോ, വാട്സാപ്പിലൊക്കെ മെസ്സേജ് എടുത്ത ഒരുപാട് ശരി. ഓക്കെ, മാമുന് ഇതിനി ഒരു ഗേൾ ആണോ ബോയ് ആണോ എന്നറിയില്ല. ഗേൾ ആണെങ്കിലുള്ള കാര്യം ഓൾറെഡി പറഞ്ഞു. ഇനി ഒരു എന്തായിരുന്നു മാമുന്റെ ടെൻഷൻ? എന്ത് കാര്യത്തിലായിരുന്നു മാമു ഈ ഒരു ജേർണി, പ്രഗ്നൻസി ജേർണിയിൽ ഇച്ചിരി ഭയന്നിരുന്ന കാര്യം എന്തായിരുന്നു? കുട്ടി ഇങ്ങനെ ഇരിക്കും, അതൊരു നല്ല ഉത്തരവാണ്. ഓക്കെ, അമ്മയുടെ ഉത്തരം എന്താ? അതായിരുന്നു ടെൻഷൻ. ഓക്കെ, ഞാൻ ഡെലിവറി ഞാൻ എഴുതിയത് കോംപ്ലിക്കേഷൻ ഉണ്ടാവോ, സി സെക്ഷൻ ആയിരിക്കോ എന്നൊക്കെ. ഇത്രയും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടില്ല മാമു എനിക്ക് ഉത്തരം തന്നില്ല. മാമു പറഞ്ഞിരുന്നത് എനിക്ക് എന്തായാലും കുഴപ്പമില്ല, ബോയ് ആണെങ്കിൽ അതിന് എങ്ങനെ വളർത്തും. കാരണം ഞങ്ങൾ രണ്ട് ഗേൾ ചൈൽഡ് ആണ്, എനിക്ക് കൂടുതലും ഗേൾ ചൈൽഡിനെ നോക്കിയാണ് അറിയുന്നതും. ബോയ് ആണെങ്കിൽ അറിഞ്ഞപ്പോ ഫസ്റ്റ് നമ്മളൊരു ഇത് വരുമല്ലോ, അതാണ്. അപ്പൊ ബോയ് ആണെങ്കിൽ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ കുട്ടിയെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് അറിയില്ല എന്നുള്ള കാര്യം മാമുവിന് ടെൻഷൻ ആയിരുന്നു എന്ന് മാമു പറഞ്ഞിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ വേറെ ഓപ്ഷൻ. ഏറ്റവും കൂടുതൽ, അതായത് മാമു വയറിന് അല്ലെ വാവയെ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ വിളിക്കുന്ന പേരെന്തായിരുന്നു ഇപ്പോഴും? അങ്ങനെ വലിയൊരു പേര് എന്നാലും പറഞ്ഞു, ഒരുപാട് പേരുണ്ട്. കറക്റ്റ് ആക്കും തോന്നുന്നു, ചിലപ്പോ കറക്റ്റ് ആക്കും. കേൾക്കുന്നില്ല എപ്പോഴും. ഓക്കെ, അമ്മ എന്താ എഴുതിയേ? വാവേ വാവേ. ഓക്കെ, ഇത് വെറൈറ്റി സാധനം. ചക്കൂസ് ക്ലോസ് ആണ്. ക്ലോസ് ആണ്. അപ്പൊ കുക്കൂസ് എന്നായിരിക്കും. സുന്ദരി എന്ന് വിളിക്കും, ശുക്കുടു എന്നൊക്കെ വിളിക്കും. ശുക്കുടു ആയിരുന്നു ആൻസർ. ശുക്കുടു എന്ന് വിളിക്കുമെന്നാണ് പറഞ്ഞത്. എല്ലാരും ഓർത്ത് വെച്ച ശുക്കുടു ആണ് ആ പേര്. ഓക്കെ, ഇനി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മാമു ഈ ഒരു പ്രഗ്നൻസി ജേർണിയിൽ എത്ര കിലോ വെയിറ്റ് ആണ് ഗെയിൻ ചെയ്തിട്ടുള്ളത്? എല്ലാരും കറക്റ്റ് ആയിട്ട് എഴുതിയേ വെച്ചുള്ളൂ. എല്ലാവർക്കും അറിയുന്നില്ല. സ്കാനിങ്ങിന് എല്ലാരും മറ്റേ ജാഥയ്ക്ക് പോകുന്ന പോലെ കൂടെ പോകുന്നതാണ്, ഒരു ഉപയോഗം ഇല്ലാതെ പോകുന്ന ആവരുത്. എക്സാക്ട് എത്ര വെയിറ്റ് ആണ് കൂടിയിരിക്കുന്നത്? വെയിറ്റ് ഗെയിൻ എന്നാലും വിശേഷമല്ല, ഇവർ അറിഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ അന്ന് തന്നെ. വെയിറ്റ് എഴുതുന്ന എത്ര കിലോ കൂടിയെന്ന് എഴുതണം. അതായത് പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ എത്ര, ഇപ്പൊ കൂടിയത് എത്ര. ഓക്കെ, അമ്മ കണക്കൂട്ടുണ്ട്. അമ്മ പറ, എത്ര കിലോയാ കൂടിയേ?
6 കിലോ. ഓക്കെ മിണ്ടല്ലേ മാമു മിണ്ടരുത്. അടുത്ത് 6. ഓക്കെ 9. അടുത്ത് 8 9 8 9 9 10 സോറി 9 10 സമയമല്ല ചോദിച്ചത്. 9 ഇത് രണ്ടും എഴുതിയിട്ടുണ്ട്. ഏതായാലും ഒന്ന് എഴുതും. പിന്നെ ഏതെങ്കിലും ഒന്ന് എഴുതും. എഴുതിയതിന് എനിക്ക് എന്ത് ഇത് ഏതായാലും ഒന്ന് പറ. 9. അത് ഞാൻ പറഞ്ഞില്ല, കേട്ട് പറഞ്ഞില്ല. ശരി, എനിക്ക് 10. ആ ഓക്കെ 10 കിലോ ആണ് ആൻസർ. 10 കിലോ കൂടി 10 കിലോ കൂടിയിട്ടുണ്ട്. 10 കിലോ കൂടിയാ. ഓക്കെ ഇന്നലെ 1 കിലോ കൂടിയെന്നാണ്. നിങ്ങളുടെ ഇതില് ആരെ പോലെ ഇരിക്കും? അത് സച്ചുവിനെ പോലെയാണോ അതോ മാമുവിനെ പോലെയാണോ ഇനി വേറെ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ ആരുടെ ചായവാണുള്ള എന്തായിരിക്കും എന്ന് പറഞ്ഞേ? ഇത് കുടുംബകലഹം ഉണ്ടാക്കാനുള്ളതാണ്. കുടുംബക്കല അമ്മ കുഞ്ഞമ്മ അതായത് ഞാൻ ആരെ പോലെ കുഞ്ഞിരിക്കും എന്നുള്ളത്. സ്കാനിങ് റിപ്പോർട്ട് പോലും കണ്ട ഡോക്ടറിന് പറ്റിയിട്ടില്ല. ഞാൻ നോക്കട്ടെ, ആലോചിക്കട്ടെ. ഓക്കെ നിങ്ങൾ രണ്ടുപേരിൽ ആരെ പോലെ ഇരിക്കുമെന്ന് എഴുതിയാൽ മതി. ഓക്കെ. ഓ തലയിരിഞ്ഞ പോലെന്റെ വെച്ച് മേഘ. ഞാൻ ഇവിടെ ഉള്ള ഒരു ആന്റി ഓക്കെ എല്ലാരും മാമുനെ പോലെ ഇരിക്കുന്ന കുഞ്ഞു മാമുനെ പോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. സച്ചു ഈവൻ സച്ചു വരെ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് മാമും കരുതുന്നത്. അപ്പൊ ഈ 4 പേരും കുഞ്ഞു മാമുനെ പോലെ ഇരിക്കുമെന്നാണ് ഡോമിനന്റ്. ആണോ? അടുത്ത ചോദ്യം. മാമുന് ഈ പീരീഡില് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താ ചെയ്യാൻ? ഏതല്ലേ ഇങ്ങനത്തെ ഈ പ്രഗ്നൻസി ജേണിയില് എഴുതിയാ മതി. എന്ത് ചെയ്യാനാണ് ഇഷ്ടം? ഈ 8 മാസത്തിൽ എന്തായിരുന്നു ഫേവറേറ്റ് ഹോബി, ഫേവറേറ്റ് ആക്ടിവിറ്റി? അമ്മ ഓക്കെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ് ഫേവറേറ്റ് ആക്ടിവിറ്റി. അടുത്ത് മാമു. ഫിലിം കാണുക. കുക്കു സ്ലീപ്പിംഗ്. സ്ലീപ്പിംഗ്. അടുത്ത് ഫിലിം മൂവി കാണുക. ഒരു 3 നേരം പറയും. ഒരാൾ പറഞ്ഞത് ഭക്ഷണം കഴിക്കുക, ഒരാൾ പറഞ്ഞത് ഉറങ്ങുക, ഒരാൾ പറഞ്ഞ ഫിലിം കാണുക. ഇതൊന്നല്ല, വെറുതെ ഇരിക്കാന്നുള്ള ഉത്തരമാണ് മാമു തന്നിട്ടുള്ള. വെറുതെ ഇരിക്കുക. ഏതാണ് ഫേവറേറ്റ് ആക്ടിവിറ്റി? വെറുതെ ഇരിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. കരയണെന്തിന് തെറ്റാകുമ്പോ ഇത് എഴുതി കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലിയൊന്നും ഇല്ല, കരയാതാ. ഇനി ഈ 8 മാസത്തില് മാമു കടന്നുപോയാല് ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള, അത് ഏത് ഇമോഷനും ആയിക്കോട്ടെ, ഏതായിരുന്നു ആ ഒരു ഇൻസിഡന്റ്? അതായത് എന്തൊരു ഇപ്പൊ ഈ പീരീഡിൽ എന്താ ആദ്യം ഓർമ്മ വരുന്നത് എന്ന് ചോദിച്ചാൽ എന്തായിരുന്നു ആ ഇൻസിഡന്റ്? അങ്ങനെയൊന്നുമില്ല, ഏതായാലും ആദ്യം ഓർമ്മ വരുന്ന എന്ത് കാര്യമാണ് ഈ 8 മാസത്തില്? അങ്ങനെ എന്തും കരച്ചിലോ സന്തോഷോ? പപ്പയുടെ കാര്യമാണ്. അച്ഛൻ. ഓക്കെ 3 പേർക്കും ഭയങ്കര ഇമോഷണലി മാമുമായിട്ട് കണക്റ്റഡ് ആണ്. മാമുന്റെ ഉത്തരം അത് തന്നെയായിരുന്നു. പപ്പ പാസ് ചെയ്തതാണ് ഏറ്റവും കൂടുതൽ അവളെ ഇമോഷണലി. അതായത് ഈ 8 മാസം ചിന്തിച്ചാല് അദ്ദേഹം വിട്ടുപിരിഞ്ഞു പോയ കാര്യമാണ് ചിന്തിക്കാന്ന് പറഞ്ഞു. അടുത്ത, ഇപ്പൊ മാമുന് എത്ര വീക്കാണ്? അതായത് എത്ര ആഴ്ചയിലാണ് ഇപ്പൊ മാമു നിൽക്കുന്നത്? മാസമല്ല, ആഴ്ച കണക്കിൽ എത്രാമത്തെ ആഴ്ചയിൽ കൂടെയാണ് ഇപ്പൊ മാമു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ എക്സാക്ട് ഇപ്പോഴത്തെ കണക്കെഴുതുക. സ്കാനിങ്ങിന് ജാഥ പോകുന്ന ഓക്കെ. അമ്മ കറക്റ്റ് ആക്കണം. അമ്മ ഇത് മിക്കവാറും 3 പേരും കറക്റ്റ് ആക്കും തോന്നുന്നല്ലോ. ജാഥയ്ക്ക് പോകുന്ന നിർത്തിക്കണം. ഇനി സ്കാനിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് ഒരാളടുത്ത് പറയണതാണ്, തെറ്റിച്ചോളാണ്. ഓക്കെ. 38. 30 8. 32 അല്ല, ഞാൻ മേഘയുടെ വയസ്സാ പറഞ്ഞത്. 31 അല്ലേ? ഓക്കെ, അമ്മയാണ് കറക്റ്റ് ആക്കിയിരിക്കുന്നത്. അമ്മ സ്കാൻ വയസ്സാണ് പറഞ്ഞത്. സോറി, മാറിപ്പോയി, എനിക്ക് അത് എഴുതിയത്. ഓക്കെ, അപ്പൊ 31 വീക്സിലാണ് മാമു ഇപ്പൊ നിൽക്കുന്നത്. എല്ലാരും ഓർക്കുക. ഓക്കെ, അടുത്ത ഡാറ്റ് ടു ബി. അതായത് സച്ചുവിന്റെ എന്ത് ക്വാളിറ്റി കുഞ്ഞിന് കിട്ടിയാൽ കൊള്ളാമെന്നായിരിക്കും മാമു വിചാരിക്കുന്നത്? സച്ചുവിന്റെ എന്തൊരു ക്വാളിറ്റിയാണ് ബേബിക്ക് വേണം എന്ന് മാമു വിചാരിക്കുന്നത്? സ്നേഹിക്കുക. ദാറ്റ് ടു ബിയുടെ എന്ത് സ്വഭാവമാണ് വേണ്ടെന്ന് പറയും? സമയത്ത് ഉറങ്ങണതായിരിക്കും. ഓ, അടുത്ത് എന്നുവെച്ചാ ചേട്ടാ ഒന്നും അങ്ങനെ തളർന്നു പോകുന്ന ആളല്ല, അതാണ്. അതല്ല, മീൻസ് എല്ലാത്തിലും ഇങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കാതെ ഒന്ന് കാമായിട്ട് എടുക്കാൻ വേണ്ടി. കറക്റ്റ്, അത് തന്നെയാണ് പറഞ്ഞത്. സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്, കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സച്ചുവിനാണെന്നാണ് പറയുന്നത്. ആ ഒരു കഴിവ് കുട്ടിക്ക് ഉണ്ടാവണം എന്നുള്ളത് അതെ മാമുന്റെ ആഗ്രഹമാണ്. അടുത്ത, ഏറ്റവും കൂടുതൽ മാമുന് കിട്ടിയിരിക്കുന്ന അഡ്വൈസ് എന്തായിരിക്കും? നിങ്ങൾക്ക് 3 പേർക്ക് എന്താ ഇങ്ങനെ ഉപദേശം എപ്പോഴും ഇങ്ങനെ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും? മറ്റുള്ളവർ പറയണോ? മറ്റുള്ളവർ എല്ലാവരും കാണുമ്പോ ഇങ്ങനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഉപദേശങ്ങളിലൊന്നും അവൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഉപദേശം? അമ്മയ്ക്ക് കേക്ക് പഠിച്ചിരിക്കും. ഓക്കെ,
കോപ്പിടിക്കല്ലേ? ഓ പിന്നെ SLC പരീക്ഷ ഇല്ലേ? അമ്മയുടെ ഉത്തരം എന്താണ്? ആന്റി എസ് എഴുതുന്നു. ആന്റി ഒരു ഡോട്ട് ഇട്ടാ മതി എന്നിട്ട് പറഞ്ഞേ. ഓക്കെ, അടുത്ത് അത് തന്നെ സമയത്ത് നല്ല ആഹാരം കഴിക്കുക, ഫുഡും വെള്ളവും ഒക്കെ. ഓക്കെ. 3 പേരും നല്ലോണം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അത് തന്നെയായിരുന്നു മാമുവിന്റെ ഉത്തരം. എപ്പോഴും ഫുഡ് കഴിക്കാൻ, നിറയെ ഫുഡ് കഴിക്കുക, കുട്ടിക്കുള്ള ഫുഡ് കഴിക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടിക്ക് ഉണ്ടാവണം. നേരത്തെ നമ്മൾ പറഞ്ഞത് സച്ചുവിന്റെ ഏത് സ്വഭാവം വേണമെന്നാണ്. അങ്ങനെയൊന്നും അല്ല. കുട്ടി വരുമ്പോ ഏതൊരു കഴിവ് ഉണ്ടാവണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മാമു ആഗ്രഹിക്കുന്നത് എന്ന് മാമുവിനോടൊരു ചോദ്യം ചോദിക്കുന്നു. എന്തായിരുന്നു അത്? എന്തായിരിക്കും അത്? എനിക്ക് ഓർമ്മയുണ്ട്. അത് നീ ഒരു ഡോട്ട് ഇട്ടിട്ട് പറഞ്ഞ ആൻസർ നിന്റെ ഫസ്റ്റിൽ നീ അത് പറഞ്ഞു. നോക്കണ്ട, ഞാൻ പറഞ്ഞു കൊടുക്കണം. ആന്റി 5 മാർക്കിന്റെ എസ് എഴുതണം. മാമുവിന്റെ ക്വാളിറ്റി അല്ല, കുട്ടിക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവണമെന്ന് വിചാരിക്കില്ല അത്. അമ്മയുടെ ഉത്തരം? ഞാൻ എങ്ങനെയാണോ അതുപോലെ. വേണ എടി ഇത് വലിയ സമയം മഴ പെയ്യുന്ന ഇത് ശരിയാക്കിയെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാലും പറഞ്ഞു ചുമ്മപ്പെട്ട ഓ എവിടെ എന്തോ ഇത് കഴിഞ്ഞ ഓസ്കാർ എന്തോ കിട്ടുമെന്ന് വിചാരിച്ചോണ്ടിരിക്കേട്ടാ. ഒന്നുമില്ല. നല്ല സ്വഭാവം. ഓക്കെ, അടുത്ത്. അത് അവളുടെ ക്വാളിറ്റി. സിംഗർ ആവണം. ഓക്കെ, സിംഗർ ആവണം. അടുത്ത്. ഒരു ഇവളുടെ പരിപാടി എന്തെങ്കിലും ഇപ്പൊ കൊടുമഴ പെയ്യിക്കൂ നീ ഇപ്പൊ അടുത്ത പരിപാടി ഉണ്ട്. ഓക്കെ, അപ്പൊ മാമുവിന്റെ ഉത്തരം ആക്റ്റീവ് ആയിരിക്കണമെന്നായിരുന്നു. കുട്ടി ആക്റ്റീവ് ആയിരിക്കും. രണ്ടുപേരുടെയും പോലെ തന്നെ കുട്ടി ആക്റ്റീവ് ആയിരിക്കണമെന്നായിരുന്നു. അപ്പൊ ഇത്രയാണ് ഇതില് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ക്ലോസ് ആയിട്ട് ഗസ് ചെയ്തത് രണ്ടുപേരും, അമ്മയും അതുപോലെ കുക്കുമായിരുന്നു. അതെ, അവർക്ക് രണ്ടുപേർക്കും ഒരു പോയിന്റ്. ഇവർക്ക് ഈഗോ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു തോറ്റു കൊടുത്തേ. ഓക്കെ, ആരാണ് കൂടുതൽ ശരി? അമ്മയും കുക്കും. ഓക്കെ, കൺഗ്രാറ്റ്സ്. ബെറോട്ട 2 എക്സ്ട്രാ നിനക്ക്. ഓക്കെ, അടുത്ത ഗെയിമിനും നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, ഒരു 8 ഫ്രണ്ട്സ് ഓരോരുത്തരെ വരിയായിട്ട് വരിക. ഇതിനകത്ത് നമ്മൾ കുറച്ച് ബേബി ഐറ്റംസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ണടച്ചൊരെണ്ണം പിക്ക് ചെയ്യുക, അത് എന്താണെന്ന് ഗസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഈ പ്രഗ്നൻസി ജേർണിയിൽ കൂടെ ഉണ്ടായിരുന്നു, ഇനി അതുപോലെ തന്നെയാണ്. അപ്പൊ ഓരോരുത്തർ ഗസ് ചെയ്യാം. ഓരോരുത്തരെ വിളിച്ചു ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് കയ്യിൽ വെച്ച് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും എടുക്കുക. കവർ ഞാൻ പറഞ്ഞുതരാം. വരൂ കേട്ടോ. ആദ്യം കിട്ടുന്ന സാധനം. ഓ, എളുപ്പം. ഇത് ഗണപതിയുടെ എന്താ ഗണപതി? പുള്ളി ഇപ്പോഴും യൂസ് ചെയ്യുന്നോണ്ട് കറക്റ്റാ അത് മനസ്സിലായി. എല്ലാ കളിയും വിജയിക്കുവാണല്ലോടാ. ഇനി അടുത്ത അടുത്ത് വിസ്മയ വിളിച്ചിരിക്കുന്ന ഞാൻ കണ്ടു. വാ വിസ്മയ്ക്കൊക്കെ എല്ലാം അറിയാം. ഇത് വിളിച്ചേ ഒന്നും കണ്ടുകൂടാ. അതിനാണ് എടുത്തോ. ഇത് മറ്റേ പെസിഫയർ. പാസിഫയർ. അമ്മക്ക് ഇതെല്ലാം അറിയാം എന്ന് തെളിയിച്ചുകൊണ്ട് വിസ്മയ. ആരോമല എവിടെടാ? ആരോമലും വിജയും നേരത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. കണ്ണാടി വെച്ചേക്ക, കണ്ണ് കാണാതിരിക്കണം എന്ന് അറിയിക്കാം. ഞാൻ എന്തൊക്കെ നീ പറഞ്ഞുതരാം. സാധനം ഇടാ ആദ്യം. എടുത്തോ, ആദ്യം കിട്ടുന്ന എടുത്തോ. എടുക്ക്, ആദ്യം കിട്ടുന്ന എടുക്ക്. ഇതെന്തോന്ന് പറ. എടുത്ത് പോക്കറ്റ് ഇടാൻ പൊക്കി കാണിര്. എന്താടാ മണപ്പിക്കണ നീ? അയ്യേ, ബേബി പൗഡർ ആണോ? അല്ല, പൗഡർ അല്ല. പൗഡർ ആണോ നോക്കട്ടെ, ഞാൻ തന്നെ നോക്കട്ടെ ആദ്യം. അതാ അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും ആയിരിക്കും. അല്ല, എന്നാലും കറക്റ്റ് ഏകദേശം. പൗഡർ അല്ല. പൗഡർ അല്ല. ഒന്നുകൂടി ഒന്ന് ഗസ് ചെയ്ത് എനിക്ക് ഒന്നുകൂടി തരാം. ഓയിൽ അല്ല. എന്നാ കണ്ണൂർന്നുണ്ടോ? അല്ല, ഷാംപൂ. ഷാംപൂ ആണ്. കൊണ്ടുപോകോ. അടുത്തടുത്ത് അടാ ദീക്ഷ വേടാ. കാരണം അനീഷക്ക് ഇത് ഗസ് ചെയ്യും. കാരണം ഡോക്ടർ ആയതുകൊണ്ട് എല്ലാ വകുപ്പും അറിയാം. കണ്ണാടികളുടെ രാജാവാ. കറക്റ്റ്. ബോഡി ലോഷൻ. ഇവനൊരു അച്ഛനാവാനുള്ള കാര്യങ്ങളുണ്ട്. കല്യാണം കഴിഞ്ഞ ഉടനെ ഇതിപ്പോ നമ്മൾ ഒരെണ്ണം പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അടുത്തടുത്ത് ബിജോയ് നേരത്തെ ബിജോയെ വിളിച്ച ശരിയല്ല. അവനറിയാം. ഇന്നലെ ഞാൻ അവനൊക്കെ സാധനം വാങ്ങാൻ. സഞ്ജു ഇത് കണ്ടിട്ടില്ല, കാണാത്തവരെയാണ് കുറച്ചുകൂടി നമുക്ക് ആദ്യമേ കണ്ണും കൊണ്ടുവരാതാ. ആദ്യം കിട്ടുന്ന സാധനം. അതന്നെ പറ. എറിച്ചു പോ. അല്ല, അത് കൊണ്ട് പോ. ചായം കുടിച്ചു പോ. അവിടെ ഡ്രസ്സിന് മാച്ച് ആയിട്ട്
ടൂത്തർ. ആ പല്ല് മറ്റേ ടീത്തർ. ടീത്തർ. അവക്കറിയാം. വാവ്, എന്തൊക്കെ സ്കില്ലാ ഈ ചിറ്റയ്ക്ക്. ഇനി ഒരാളും കൂടെ. അല്ല, രണ്ട്. അമ്മ വാ, അമ്മ. എന്റെ അമ്മ ഇവിടെ. അമ്മ ഇതൊക്കെ ഇത്ര കണ്ടതാ. ഇനി വാ, 2 പിള്ളേരെ വളർത്തിയതിന്റെ എക്സ്പീരിയൻസ്. പക്ഷെ നമ്മളിതൊന്നും കണ്ടിട്ടില്ല എന്നാണ് തോന്നണം. ഓക്കെ, വരൂ. അമ്മയുടെ കൈയോടെ. പെട്ട് ഇതൊന്നും നമുക്ക് യൂസ് ചെയ്തിട്ടില്ല. അതാ സംഭവം. ചോയ്സ്. ഇത് എങ്ങനെയാ കളിക്കുന്നത് ഇത് വെച്ച്? കൊച്ച് നോസ് ക്ലീനർ ആണ് ഇത് കേട്ടോ. ഓക്കെ, ഇത് പഠിച്ചല്ലോ. ഓക്കെ, ഒരു സാധനം. ലാസ്റ്റ് ഒരാള്. ഗണപതി വാടാ. അച്ഛൻ ഗണപതി. അച്ഛൻ ഗണപതി വാടാ. നമ്മളെ കൂട്ടുകെട്ടിലെ ആദ്യത്തെ അച്ഛൻ. പെരുന്തച്ഛൻ. കൊച്ചിച്ചെങ്ങി വാടാ. അച്ഛൻ ഇത് എന്തായാലും ഗസ് ചെയ്യും. അച്ഛൻ ഇത് എന്തായാലും ഉറപ്പായിട്ടും ഗസ് ചെയ്യത്. ഗണപതി അച്ഛൻ. അല്ലെങ്കിൽ ഇന്ന് വേണ്ട വിഷയമാകും അവിടെ. വാ. നമ്മളെ മൂത്തച്ഛനാണ് അവൻ. ആകെ ഒരു സാധനമേ ഉള്ളൂ, അത് തന്നെ. ആരാ പറഞ്ഞ അവൻ അതൊന്നും അറിയത്തില്ലെന്ന്? എല്ലാം അറിയാം, ഫാമിലി മാനാണ്. അപ്പോ ഈ ഒരു ഗെയിം വിജയിച്ചുകൊണ്ട് ഗണപതി നല്ലൊരു അച്ഛനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം സെഷൻസ് എല്ലാം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്.